ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊള്ളപ്പലിശക്കാരൻ പ്രഹ്ലേഷിന്റെ ഭീഷണി സന്ദേശത്തിന്റെ ഓഡിയോ മാതൃഭൂമി ന്യൂസിന്. സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർക്കാണ് ഇയാൾ ഭീഷണി സന്ദേശം അയക്കുന്നത്. ഗുരുവായൂർ ഒന്ന് അന്വേഷിക്കുക പ്രഹ്ലേഷായിട്ട് ആരാണ് എന്താണെന്ന്. മുന്നേ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ബദറുവിനും ഉപ്പാക്കും എല്ലാവർക്കും എന്നെ അറിയാം, നിന്റെ ഭാര്യയ്ക്ക് അറിയാം, നിന്റെ പെങ്ങൾക്കൊക്കെ അറിയാം. എന്റെ വീട്ടിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. 13 ലക്ഷം നിന്ന് ദൈവം സഹായിച്ച് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പൈസ ഒന്നല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ഉമ്മാനെ ചോദിക്കണ സമയത്ത് മുഴുവൻ എൻ്റെ ഒരു സഹോദരി എന്ന ലെവലിലല്ലാണ്ട് ഇന്ന് വരെ മോശമായിട്ടൊരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ എൻ്റെ ഭാര്യയോടോ പെങ്ങളോടോ ഒരാളോടും ചെറിയ കുഞ്ഞു താത്തമാരോടോ നിങ്ങളുടെ കുഞ്ഞുമ്മാന്മാരോടോ ആരോടും ഞാൻ എൻ്റെ ഒരു സഹോദരൻ എന്നല്ലാണ്ട് എന്നെ കൊണ്ട് ചോദിക്കുന്ന ബിസിനസ് ഇത്രയും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് കച്ചവടമാണ്, എന്താ നിങ്ങളെ ഒരു പെട്ടിക്കടയാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന ലക്ഷങ്ങൾ ഞാൻ അന്നും ബദ്രുവിനോട് ചോദിക്കും. ബദ്രുവിന് ഫ്രിഡ്ജ് മേടിക്കണേ കാശ്, കോഴിക്കോട് പോയിട്ട് തുണി എടുക്കണേ അവിടെ ചെന്നപ്പോ കാശ്, പലയിടത്തും 13 ലക്ഷം. എന്റെ മോനും എന്റെ ഭർത്താവ് അറിയാത്ത രഹസ്യക്കില്ല, ഒരു വിഷമമില്ല, എത്ര ലക്ഷം ചേട്ടൻ തന്നാലും പൈസ അടയ്ക്കും. ഇനി ഞാൻ ഈ 13 ലക്ഷം റുപ്യ നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇന്ന് ഡേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, നല്ലൊരു ദിവസമാണ്, നിൽക്കി ദീപാവലിയും കൂടിയാണ്, ഒക്ടോബർ 20. ഒരു 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഭഗവാൻ തന്നെ സത്യം. ഞാനത് എന്താ ചെയ്യാൻ പോകണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും. മുന്നേ നിന്നെ കാട്ടി കുറുമ്പം വാശികളാണ് ഞാൻ. നീയൊന്നും എൻ്റെ മുമ്പിലേക്ക് വിഷയമല്ല. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകണം നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. അത് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കോമ്പറ എനിക്ക് ആ പൈസ പോയിക്കോട്ടെ, 13 ലക്ഷം റുപ്യ അല്ലേ, ഈ വിഷയമല്ല അത് കേട്ടാ. ഓക്കെ. ആയുർവേദ ഫോൺ എടുക്കത്ത് ആയുർവേദിന്റെ പല്ലവിയിലത്തെ ഫ്ലാറ്റൊക്കെ എനിക്കറിയാം. ഞാൻ അവിടേക്ക് വരൂട്ടാ. വെറുതെ നമ്മൾ തമ്മിൽ വർത്തമാനങ്ങൾ ഉണ്ടാക്കരുത്. ഈ 2000 രൂപ അടക്കണതിന്റെ കാര്യം എനിക്ക് എന്താണെന്ന് അറിയിക്കണം. ഇതിപ്പോ പൈസ നിങ്ങൾ അടക്കണില്ലേ, അതിന്റെ വഴികൾ പറഞ്ഞോളെ. അടക്കില്ല, കുഴപ്പമില്ല എനിക്ക്. ഇപ്പോ അതിനൊക്കെ ചങ്കൂറ്റത്തിലും തന്റെ ഇടത്തിൽ തന്നെയാണ് ഞാൻ ഈ നിൽക്കണത്, ഈ കാശ് ഇത്രയും കൊടുക്കണത്, പലിശ മേടിക്കണതൊക്കെ. നിങ്ങൾ പറയണ എനിക്ക് നിങ്ങൾ കാശിനില്ല, അടയ്ക്കാൻ ഭാഗമില്ല എന്നൊന്നും അടയ്ക്കണ്ട. ഞാനത് അഫ്സലിനെ എനിക്ക് വിവരം അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അഫ്സൽ നിങ്ങളെ കുടുംബം കലങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഉമ്മയും മോനും അല്ലേ, എന്തായാലും കുടുംബമൊന്നും കലക്കില്ല. ഭഗവാൻ സത്യം, എനിക്കിതിന് റിപ്ലൈ കിട്ടണം. എന്താണ് ഈ 4000 6000 ചേർന്ന ആള് 4000 പോയി 2000 ആയതിന് വിവരമൊക്കെ അറിയണം. അല്ലെങ്കിൽ ഞാൻ പല്ലവിലേക്ക് വരും. ഞാൻ തല്ലൂടാണെന്നല്ല, എനിക്ക് കാര്യങ്ങൾ അറിയാണല്ലോ. തരാനുള്ള 5000 പിന്നെ എന്താ തരിക? എന്തൊരു കഷ്ടങ്ങളെ കൊണ്ടൊക്കെ. നിങ്ങളൊക്കെ എത്ര ലക്ഷങ്ങള് വായില് പച്ചക്കറിന്റെ കല്യാണ ദിവസമായി പോയിന്ന്. MS ലിഷോയ് ചേർന്നു വിശദ വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഭീഷണി ഡയലോഗുകളാണ്. എന്നിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല അധികൃതർ എന്നതാണ്. നിരവധി പേർക്ക് ഈ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. 13.5 ലക്ഷം രൂപ എനിക്കൊരു വിഷയമേ അല്ല, പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനേ കഴിയില്ല എന്നൊക്കെയാണ് ഒരാൾ പറയുന്നത്. എന്താണ് വിശദ വിവരങ്ങൾ ഈ ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട്? അതായത് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ തോന്നിപ്പോകും 13.5 ലക്ഷം രൂപ ഇയാളുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ അത് തിരികെ കൊടുക്കാതെ അല്ലേ എന്ന്. പക്ഷേ പലരും ഇതിൽ കുടുങ്ങി പോവുകയാണ്. അതായത് ഈ ഒരു പണം വാങ്ങുകയാണെങ്കിൽ ഒരു ചെറിയ തുകയാണ് വാങ്ങുന്നത്, 1-2 ലക്ഷം രൂപയാണ് വാങ്ങുന്നതെങ്കിൽ അത് ഒരു മാസത്തിൽ അതിന് 20,000-വും 40,000-വും ഒക്കെ തന്നെയാണ് ഇത് മടക്കി നൽകേണ്ട പലിശ എന്ന് പറയുന്നത്. അങ്ങനെ അത്രത്തോളം ഒരു 50 ദിവസത്തേക്ക് പണം 1 ലക്ഷം രൂപ നൽകുന്നു. അത് 20,000 രൂപ പിടിച്ച് 80,000 രൂപയാണ് ഈ ആളുകൾക്ക് കൊടുക്കുക. ഈ 50 ദിവസത്തിനകം ഈ പണം തിരികെ നൽകിയില്ലെങ്കിൽ ഇവർക്ക് ഈ തുകയുടെ ഇരട്ടിയോളം തന്നെ കൂട്ടുപലിശ എന്നുള്ള രീതിക്കൊക്കെ തന്നെ വാങ്ങുകയാണ്. അങ്ങനെ പെട്ടുപോകുന്നവരാണ് കൂടുതൽ. ഇത് ഈ 13 ലക്ഷം രൂപ എന്ന് പറയുന്നത് തന്നെ പലിശയും കൂട്ടുപലിശയും അതിന്മേലുള്ള പലിശയും ഒക്കെ കൂടി ചേർത്താണ്. ഒരിക്കലും കാണാൻ കഴിയാത്ത അത്രയ്ക്ക് ഉള്ള തരത്തിലുള്ള, നമ്മളൊക്കെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഈ ബാങ്ക് അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ വർഷത്തിലാണ് പലിശ. ഇത് മാസത്തിലാണ് 20%, 25%, 15% ഒക്കെ പലിശ. ഇപ്പോൾ ആ ഒരു ഓഡിയോ സന്ദേശം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രഹ്ലേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്. മുസ്തഫ എന്ന് പറയുന്ന ഗുരുവായൂരിലെ വ്യാപാരി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഈ പ്രഹ്ലേഷിൻ്റെ പേരും അതുപോലെ തന്നെ ദിവിൻ എന്ന് പറയുന്ന ദിവേഗ് എന്ന് പറയുന്ന മറ്റൊരു പലിശക്കാരൻ്റെ പേരും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇവർക്ക് എതിരെ ഒന്നും തന്നെ ഒരു ചെറുവിരൽ പോലും അനക്കാനായി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗുരുവായൂർ മേഖലയിൽ വ്യാപകമായി ഇത്തരത്തിൽ ഈ കൊള്ളപ്പലിശക്കാരുടെ ഒരു വിളയാട്ടം നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇത് പലരോടായി സംസാരിച്ച ഓഡിയോ സന്ദേശങ്ങളാണ്. പലരും ഇപ്പോൾ പുറത്തേക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്താനായി തയ്യാറല്ല. കാരണം അവർക്ക് ഭയമാണ് ഇത്തരത്തിലുള്ള പലിശക്കാരൊക്കെ എന്ത് രീതിയിലുള്ള ആക്രമണവും അല്ലെങ്കിൽ അനുഭവങ്ങളുമായി പുറത്തേക്ക് വരട്ടെ. അപ്പോൾ മാത്രമാണ് ഇത്തരം കൊള്ളപ്പലിശക്കാരെ കുടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്കെതിരെ നീങ്ങാൻ കഴിയുക എന്ന കാര്യം ഓർക്കുക. ലിഷോയാണ് വിശദവിവരങ്ങൾ നൽകിയത്.